അതെയോ? നോക്ക് ഡോക്ടർ. എന്തു പറ്റി? ബുള്ളറ്റ് കൊണ്ടതാ ഡോക്ടർ. ബുള്ളറ്റോ? എങ്ങനെ? ഞങ്ങളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി ഒരു കള്ളം വന്നിരുന്നു. എതിർക്കാൻ ശ്രമിച്ചപ്പോ അയാളെ ഷൂട്ട് ചെയ്തു. പോലീസിനെ ഇൻഫോം ചെയ്തിരുന്നോ? CI സാറിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഫർദർ പ്രൊസീജിയേഴ്സ് ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അവനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. രക്ഷിക്കണം ഡോക്ടർ. പ്ലീസ് ഡോക്ടർ. അല്ല, നിന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞില്ലേ? ഭഗവാന്റെ കൃപ കൊണ്ട്, അവളുടെ ജാതകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് അവളിപ്പോ വലിയ വീട്ടിലെ മരുമകളാ. ആ വീട്ടില് സന്തോഷായിട്ടിരിക്കുന്നു. ഞാൻ അമ്മയെപ്പോലെ നോക്കിയെന്നും പറഞ്ഞ് അവൾ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ കുടുംബത്തെ നന്നായി പരിപാലിച്ചു. ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ആ വീട്ടില് സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ കുഞ്ഞിന് മരുന്ന് കൊണ്ടേ കൊടുക്കണം. ആ ശരി. ഏട്ടാ, ഈ മരുന്നൊക്കെ വേണം. എത്രയായി? 800 മാഡം. അവനെ അങ്ങനെ ഒരു സാഹസം കാണിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ലേട്ടാ. ഈ മരണക്കിടക്കയിൽ നിന്ന് നമ്മുടെ അമ്മ തന്നെ അവനെ മോളെ രക്ഷിക്കട്ടെ. അയ്യോ, ഇനി അഥവാ അവനിക്ക് എന്തെങ്കിലും സംഭവിച്ച അവളുടെ ബന്ധുക്കളോട് എന്തു മറുപടി പറയും? ഒന്നും വിചാരിക്കില്ല മേഡം, കണ്ടില്ല. അത് കുഴപ്പമില്ല സിസ്റ്റർ. ഇതുവരെ ആപത്തിലാണെന്ന് പറഞ്ഞ് നമ്മളോട് സഹായം ചോദിച്ചവരെ അല്ലാതെ നമ്മുടെ കാരണം അപകടത്തിൽപ്പെട്ട ആരും തന്നെ ഇല്ലല്ലോ ഏട്ടാ. അവനിയുടെ ജാതകത്തില് എന്തിനാണാവോ ഭഗവാൻ ഇങ്ങനെ എഴുതിയത്? ഇതിലുള്ള സിറപ്പ് ഒരു ബോട്ടിലും കൂടി.
ഡോക്ടർ ഡോക്ടർ അവന് സേഫ് അല്ലേ ഡോക്ടർ? നോട്ട് സേഫ്. കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. ബുള്ളറ്റ് ഹൃദയത്തിനോട് അടുത്താ കൊണ്ടിരിക്കുന്നത്. ഇത്തരം കേസുകളിൽ 99% ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഡോക്ടർ ദയവ് ഏതെങ്കിലും പറയല്ല ഡോക്ടർ. പക്ഷേ സിറ്റുവേഷൻ അങ്ങനെയാണ്. കൂടാതെ ബ്ലഡും കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അർജന്റായിട്ട് ബ്ലഡ് കയറ്റണം. അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് നിങ്ങൾക്കറിയോ? നോ ഡോക്ടർ. നഴ്സ്, ഡോക്ടർ, ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് അറിയണം. അതുമല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കാനിങ്ങിനും അയക്കണം. ശരി ഡോക്ടർ. മാത്രമല്ല ഫോർമാലിറ്റീസും പൂർത്തിയാക്കണം. ഓക്കെ ഡോക്ടർ. ഡോക്ടർ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പ്ലീസ് പ്ലീസ് സേവ് ഹർ. ബ്ലഡ് ഗ്രൂപ്പും സ്കാനിംഗ് റിപ്പോർട്ടും വരുന്നവരെ എനിക്കൊരു അഷ്വറൻസും തരാൻ കഴിയില്ല. പ്ലീസ് വെയിറ്റ് ഫോർ സം ടൈം. മെഡിസിൻസ് എല്ലാം കിട്ടിയോ ചേച്ചി? എല്ലാം കിട്ടി. എവിടെ നോക്കട്ടെ. ഈ ടാബ്ലറ്റ് മോർണിംഗും നൈറ്റും കൊടുക്കണം. ഈ സിറപ്പ് ഡെയിലി 3 times 10 ml വെച്ച് കൊടുക്കണം. മെഡിസിൻസ് എല്ലാം തീർന്നതിന് ശേഷം മോളെ ഒരു വട്ടം കൂടി കൊണ്ടുവരണം. ശ്രീകർ, നീ വേഗം മുരളി അറിയിക്ക. നീ എന്താണ് ഇങ്ങനെ നോക്കുന്നത്? അറിയിക്ക. ഇപ്പൊ തന്നെ വേണോ അമ്മേ? ഈ കാര്യം മുരളി അറിയിക്കണ്ടേ? ഡാ, ഇത്രയും കാര്യങ്ങൾ നേരത്തെ പറയുന്ന നല്ലത്. ഫോൺ വിളിച്ചതാ, ഞാൻ സംസാരിച്ചോളാം. ധൃതി കാണിക്കേണ്ട അച്ഛ. നമ്മളിപ്പോ ഫോൺ ചെയ്ത് പറഞ്ഞാലും അവനിപ്പോ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അവനിക്ക് സംഭവിച്ച കാര്യം അറിഞ്ഞാൽ അത് മുരളിക്ക് വലിയ സങ്കടമായിരിക്കും. അവന് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിലും നല്ലത് വെയിറ്റ് ചെയ്യുന്നതല്ലേ അമ്മേ? അതല്ലടാ അച്ഛ, അമ്മയെ രക്ഷിക്കുവാൻ വേണ്ടിയല്ലേ അവൾ ഇതൊക്കെ ചെയ്തത്. ആ അമ്മ തന്നെ അവനെ കാത്തോളൂ എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അമ്മേ. നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. ഒന്നുമില്ലടാ, നമ്മുടെ അവണിക്ക് ഒന്നും പറ്റില്ല. സൗമ്യ, സൗമ്യ, എഴുന്നേക്ക് മോളെ, നമുക്ക് ഈ മരുന്ന് കഴിക്കണ്ടേ? അമ്മേ, എന്താ മോളെ? ചെറിയമ്മേ, ഫോണിലൊന്ന് വിളിക്കമ്മേ. അവളെ ഒന്ന് വിളിക്കാൻ എനിക്കും തോന്നുന്നുണ്ട്. നമുക്കിപ്പൊ തന്നെ വിളിക്കാം. ഫോൺ ബെല്ലടിക്കുന്നില്ലേ അമ്മേ? റിങ് ചെയ്യുന്നുണ്ട് മോളെ, എടുക്കുന്നില്ല. ഉറങ്ങി കാണും ചിലപ്പോ. ശരി, നീ കിടന്നോ മോളെ, നമുക്ക് രാവിലെ വിളിക്കാം. കിടന്നു. അവളുടെ കയ്യിലിരുന്ന പൈസയെന്ന് അവൾ എനിക്ക് 10,000 രൂപ എടുത്തു തന്നു. അതാ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാണൂ എന്തോ. എന്റെ അനിയത്തി ആ വീട്ടിൽ കാല് വെച്ചിട്ടുണ്ടെന്നല്ലാതെ
അവന്റെ അച്ഛനമ്മമാര് അവളെ ആ വീട്ടിലെ മരുമകളായി അംഗീകരിച്ചിട്ടേ ഇല്ല. ശ്രീകർ എന്റെ അനിയത്തിയെ അച്ഛനോടും അമ്മയോടും പറയാതെ കല്യാണം കഴിച്ചതിന്റെ ദേഷ്യം ആ വീട്ടിലുള്ളവർക്ക് ഇപ്പോഴും ഉണ്ട്. അവരാ ദേഷ്യമൊക്കെ ഉപേക്ഷിച്ച് എന്റെ അനിയത്തിയെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണേ ദൈവമേ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം തന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് ഇപ്പൊ വാക്ക് തരുവോ? സർ, പേഷ്യന്റിന്റെ വിശദ വിവരങ്ങളൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്യണം സർ. നോക്കി നിൽക്കുന്നത് എന്താ സർ? അത് റിലേഷൻ കോളം സർ. പേഷ്യന്റിനും നിങ്ങൾക്കും ഇടയിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് അവിടെ എഴുതണം. ശ്രീകർ, എന്താ ആലോചിക്കുന്നവനെ? എഴുത്. എന്താടാ പറ്റി? നിന്റെ കൈ വിറയ്ക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല. എന്നാ പിന്നെ വേഗം ഫില്ല് ചെയ്ത് നഴ്സിന് കൊടുക്ക്. ഇങ്ങനെ ഒരു അവസ്ഥയില് മുരളിയുടെ അനിയത്തിയാണെന്ന് ഞാൻ എങ്ങനെ എഴുതുക? പക്ഷെ ഞാൻ സത്യം എഴുതിയ അത് അമ്മയും അച്ഛനും പറഞ്ഞ് വലിയ പ്രശ്നമാകുന്നുള്ള ഭയമുണ്ട് എനിക്ക്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? മുരളിയുടെ അനിയത്തിയാണെന്ന് അമ്മയോടും അച്ഛനോടും കള്ളവും പറഞ്ഞു. അവനെ കല്യാണം കഴിച്ച കാര്യം അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടുണ്ടെന്ന് പാവം സുജാത ചേച്ചിയോടും കള്ളം പറഞ്ഞു. ഇനി എനിക്ക് ആരോടും കളവ് പറയാൻ പറ്റില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ ഏൽക്കും. എവിടെയെങ്കിലും സത്യം എഴുതിയേ പറ്റൂ. ശ്രീകർ, എന്തു പറ്റിയടാ? ഒന്നുമില്ല അച്ഛ. റിലേഷൻഷിപ്പ് എഴുതാൻ വേണ്ടി ഇത്രയൊക്കെ ആലോചിക്കുന്ന എന്തിനാ? ഉള്ളതുപോലെ എഴുതണം. ഞാൻ എഴുതാ അച്ഛ. ഉള്ളതൊക്കെ ഉള്ളതുപോലെ തന്നെ എഴുതും. പെട്ടെന്ന് ഫില്ല് ചെയ്യ് സർ. പേഷ്യന്റിനെ സ്കാനിംഗ് റൂമിൽ കൊണ്ടുപോകാനുള്ളതാ.
എല്ലാ വിവരം എഴുതിയിട്ടുണ്ടല്ലോ. ആ എഴുതിയിട്ടുണ്ട് അമ്മേ. ദാ മോളെ. ടെൻഷനിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ? ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട്. അച്ഛാ അത് എല്ലാ കാര്യവും ഞാൻ എഴുതിയിട്ടുണ്ട് അച്ഛാ. അവനെ സ്കാനിങ്ങിന് ഇപ്പൊ കൊണ്ടുപോകാനുള്ളതല്ലേ, ലേറ്റ് ആയി പോകണ്ട അച്ഛാ. ഇത് പിടിച്ച സിസ്റ്ററെ. ഈ ഒരു സന്ദർഭത്തില് വെറും ഒരു ഫോമിലൂടെ അവന് എന്റെ ഭാര്യയാണെന്ന് ഇവരാരും അറിയരുത്. പിന്നെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയ ശേഷം ഞാൻ തന്നെ അമ്മയോടും അച്ഛനോടും നേരിട്ട് പറയൂ. അത് അവന് എന്റെ ഭാര്യയാണെന്ന് അറിയുന്ന ആ നിമിഷം അമ്മയും അച്ഛനും അവളെ സ്വീകരിക്കണം, അംഗീകരിക്കണം അവളെ. ബുള്ളറ്റിന്റെ സൗണ്ട് വീട്ടിൽ കിടന്ന് എക്കോ അടിച്ചോണ്ടിരിക്കുക. ഇനി രാത്രി എനിക്ക് ഉറക്കം വരില്ല. സിനിമയിലെ ക്ലൈമാക്സ് പോലെ കൺമുമ്പിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. രക്തം ചിന്തുന്നത് സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാ. എന്റെ തലയൊക്കെ കറങ്ങുന്നു. അവരിപ്പോഴും ഫോൺ ചെയ്തിട്ടില്ല. അവിടെ എന്തായി കാണുമെന്തോ. ബുള്ളറ്റ് നല്ല ആഴത്തി കൊണ്ടിട്ടുണ്ട്, അതും കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു. ജീവിക്കാനുള്ള സാധ്യത 100% പോലും ഇല്ല. ആ കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്ന് ഷീസ് നോ മോർ എന്ന് പറയും. നമ്മളെല്ലാരും വന്ന കള്ളനെയും തോക്കും കണ്ട് പേടിച്ചിട്ട് ദൂരെ കോടി മാറിയപ്പോ അവൾ അങ്ങ് വന്ന് ദേവസേനയെ പോലെ പോരാടി നിലത്ത് വീണില്ലേ? അത് ശരിയാ. ഇനി അവളൊന്ന് ചത്ത് കിട്ടിക്കഴിഞ്ഞാ എനിക്ക് സന്തോഷമാവും. അവള് കാരണോ ശ്രീകരന്റെ കോളറിൽ പിടിച്ച് വീട്ടിലെല്ലാരോടും വഴക്കുണ്ടാക്കാനുള്ള കാരണം അവള് തന്നെയല്ലേ. അവളിനി ജീവിക്കാൻ പാടില്ല. ചത്താ ശനി തീർന്നു കിട്ടും. നമ്മള് അവളെ ജസ്റ്റ് ഈ വീട്ടിൽ നിന്നൊന്ന് പുറത്താക്കാൻ പ്ലാൻ ചെയ്തപ്പോ ദൈവം വളരെ നന്നായി ആലോചിച്ച് അവളെ ഈ ലോകത്ത് നിന്നേ പുറത്താക്കാൻ പോവാ. ഹാപ്പി ജേണി അവനി. റെസ്റ്റ് ഇൻ ഹെൽ അവനി. ആ അമ്മ തന്നെ നേരിട്ട് വന്ന് ആവണിയെ ബലിയർത്ത പോലെയുണ്ട്. അവനി, ഞാൻ ശ്രീകരാണ്. തനിക്കൊന്നും സംഭവിക്കില്ല, തനിക്കൊന്നും പറ്റില്ല അവനി. ഡോക്ടർ, അവനിക്കിപ്പോ ബുള്ളറ്റ് ഹാർട്ടിന്റെ തൊട്ടടുത്ത് കുറച്ച് ആഴത്തിലാ ഉള്ളത്. ഈ റിപ്പോർട്ട്സ് വെച്ചാണെങ്കിൽ ഈ കുട്ടിക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. എന്നത് ചെയ്യ് ഡോക്ടർ. അതിന് എത്ര പൈസയായാലും സാരമില്ല, അവളുടെ ജീവനൊന്നും സംഭവിക്കരുത്. ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ചെയ്യൂ ഡോക്ടർ, പ്ലീസ്. അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും അടയ്ക്കണമെങ്കിൽ എത്ര അടയ്ക്കണമെന്ന് പറഞ്ഞു ഉടനെ അതിന് പേ ചെയ്തോളാം. ക്യാഷിനെക്കാളും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായി ബ്ലഡ് ആണ് ആവശ്യമുള്ളത്. ഡോക്ടർ, ഞാൻ തന്നോളാം ഡോക്ടർ. മാത്രമല്ല, അത്യാവശ്യമാണെങ്കിൽ ഞാനും ഏട്ടനും എല്ലാരും തയ്യാറാ. അതിനെ കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഓ പോസിറ്റീവ് പോലെ യൂണിവേഴ്സൽ ബ്ലഡ് ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുക്കാമായിരുന്നു. ഇത് റെയർ ഗ്രൂപ്പാ, ഓ നെഗറ്റീവ്. നിങ്ങളിൽ ആരെങ്കിലും ആ ഗ്രൂപ്പിലുള്ളവരുണ്ടെങ്കിൽ ഓപ്പറേഷൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഓപ്പോസിറ്റീവാ ഡോക്ടർ. അപ്പൊ പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോ റിലേറ്റീവ്സിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ പറയണം. പെട്ടെന്നൊന്ന് അറിയിക്കും. ബുള്ളറ്റ് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഒരുപാട് ബ്ലഡ് ആവശ്യം വരും. ഈ ഓപ്പറേഷനിൽ ബ്ലഡിനാ കീ റോൾ. കണ്ടീഷൻ വളരെയധികം ക്രിട്ടിക്കലാണ്. ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബ്ലഡ് കിട്ടിയ ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യാം.
ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യില, അവളുടെ ഭാഗ്യവും. കൂടുതൽ ക്രിട്ടിക്കൽ ആവുന്നതിന് മുൻപ് ഓപ്പറേഷൻ ആവശ്യമുള്ള ബ്ലഡ് കണ്ടെത്താൻ നോക്കൂ. എന്നാലേ പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റൂ. അമ്മേ ദാഹിക്കുന്നു. അമ്മ എനിക്ക് വെള്ളം. ഒരു മിനിറ്റ് നിൽക്കുമോളെ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. അവനി അവനി താനത് കണ്ണു തുറക്ക്, എന്നെ ഒന്ന് നോക്ക അവനി. അവനിയെ നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും അമ്മേ? എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളാം. നീ നിന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യ. നീ പേടിക്കാതിരിക്കുക. നമുക്ക് വേണ്ടി അവൾ ഇന്നിതൊക്കെ അനുഭവിക്കുന്നത്. അതിന് പ്രത്യുപകാരമായി അവൾക്ക് രക്തം കൊടുത്ത് അവളെ രക്ഷിക്കാൻ നമുക്കാവുന്നില്ലല്ലോ. അവനെ നമ്മുടെ ആരുമല്ലെന്ന് വിചാരിച്ച അവളുടെ ബന്ധുക്കളോട് സമ്മതം ചോദിക്കാൻ ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. അവളുടെ ബന്ധുക്കളെ ആരെങ്കിലും വിവരം അറിയിച്ചാലേ ആ ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് എത്രയും വേഗം കൊടുക്കാനാവൂ.